യേശുവിൻ നാമത്തിൽ ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ഇടയായതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. കർത്താവിന്റെ ബോൺ സെർവന്റ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ് തിരുവചന അടിസ്ഥാനത്തിൽ ജനത്തോട് സംസാരിച്ച വചനഭാഗമാണ് നാം കേൾക്കുവാൻ പോകുന്നത്. റോമർ 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ അത്രേ, ദൈവം സത്യവാൻ. അതായത് ദൈവവചനം മാത്രമാണ് സത്യം. അതുകൊണ്ട് നമ്മൾ കേൾക്കുവാൻ പോകുന്ന ഈ ദൈവവചനം നമ്മുടെ മുൻ അറിവുമായോ പാരമ്പര്യവുമായോ തുലനം ചെയ്യാതെ ദൈവവചനവുമായി മാത്രം തുലനം ചെയ്ത് ബെരോവയിലുള്ള വിശ്വാസികളെ പോലെ ഉത്തമന്മാരായിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. യെശയ്യാവ് 34-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അതിലൊന്നും ഇണയില്ലാതിരിക്കുകയില്ല. അതുകൊണ്ട് ഈ വചനഭാഗം അതീവ ശ്രദ്ധയോടെ സേവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വേദപുസ്തകം, നോട്ട്ബുക്ക്, പേന എന്നിവയെടുത്ത് ഹൗസ് ഓഫ് പ്രയർ മിനിസ്ട്രീസ്, അതെ പ്രാർത്ഥനാലയം ഒരുക്കുന്ന ഈ സന്ദേശം ബൈബിൾ വിഷൻ. ദൈവവചനം സദൃശ്യവാക്യം 29:18 പറയുന്നു, ദർശനമില്ലാത്തിടത്ത് ജനം നശിച്ചു പോകുന്നു. എന്താണ് ദർശനം? ദർശനം എങ്ങനെ ലഭിക്കുന്നു? പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് ദർശനത്താൽ പ്രവർത്തിക്കേണ്ടത്? ഉൽപ്പത്തിയിൽ ഭൂമിയെ പുനഃസൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എന്തു ചെയ്യുകയായിരുന്നു? പെട്ടെന്നൊരു ദിവസം ദൈവം എന്തിനാണ് ഇങ്ങനെ ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ച് ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? അനേകം മറഞ്ഞു കിടക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ സന്ദേശത്തിലൂടെ ഉത്തരം ലഭിക്കുവാൻ ഇടയാകും. മാത്രമല്ല, ബൈബിളിന്റെ ദർശനം എന്ത്? ഇന്ന് ബൈബിളിന്റെ ദർശനം അറിയാത്തത് കൊണ്ട് അനേകർ ചതിക്കപ്പെട്ട് സ്വർഗത്തിലേക്കാണെന്നുള്ള ചിന്തയിൽ അവരറിയാതെ നരകത്തിലേക്ക് നടക്കുകയാണ്. എന്നാൽ ഈ സന്ദേശം ബൈബിളിന്റെ ദർശനം, വിഷൻ അഥവാ ദൈവം എന്താണ് ബൈബിളിലൂടെ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും ദൈവരാജ്യം അവകാശമാക്കുവാനും സഹായിക്കും. സാന്നിധ്യം ഇവിടെ നിലനിൽക്കുന്നതിനായി സ്തോത്രം. നല്ല നാഥ, അങ്ങ് ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കാൻ സ്തോത്രം. ഒരു മനുഷ്യനല്ല ഇന്ന് ഭൂമിയിൽ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, അങ്ങയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്നും ഞങ്ങളിൽ ഉത്ഭവിക്കുകയല്ല. എല്ലാം പിതാവിന്റെ ഹൃദയത്തിലുള്ളത്, എല്ലാം യേശുവിനുള്ളത്. അങ്ങ് യേശുവിൽ നിങ്ങൾ എടുത്ത് ഞങ്ങൾക്ക് തരുമ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഈ ഭൂമിയിൽ അങ്ങ് ഇഷ്ടം ചെയ്യുവാൻ ഇതാ ഏൽപ്പിക്കുന്നു. തുടർന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് അടിയനോടും അടിയനിലൂടെയും അങ്ങയുടെ പൊന്നോമന കുഞ്ഞുങ്ങളോട് അങ്ങ് അറിയിച്ചാട്ടെ. ഇവരത്രേ അങ്ങയുടെ ഇഷ്ടം ഈ ദേശത്ത് നിവർത്തിക്കാനുള്ളത്. താഴ്മയോടെ ശ്രദ്ധയോടെ ഞങ്ങൾ അങ്ങയുടെ സ്വരത്തിനായി കാതോർക്കുന്നു. സംസാരിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവർക്കുമായി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്ന സ്കൂൾ മിനിസ്ട്രിയിലേക്ക് എല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ഷീറ്റ് നിങ്ങളുടെ കയ്യിലെത്തിക്കും. നിങ്ങൾ കാണുമ്പോൾ ഒരു സിംഗിൾ ഷീറ്റാണ്. വളരെ ഒരു 6 പിക്ചേഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഈ വേൾഡിൽ ആദ്യമായിട്ട് ലഭിക്കാൻ പോണ നിങ്ങൾക്കാണ്. ഇത് ഉരുത്തിരിഞ്ഞത് വളരെയധികം സഹനത്തിലൂടെ കടന്നുപോയതിന്റെ റിസൾട്ടായിരുന്നു. അതുകൊണ്ട് ഇത് മേടിച്ച് അവിടെ ഇവിടെ കൊണ്ട് ഇടരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാൻ ഇടയായി വിഷൻ, പർപ്പസ് നമ്മൾ പഠിച്ചു.
തുടർന്ന് വിഷൻ നമ്മൾ പഠിക്കുവാനിടയായി. എന്താണ് വിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. എപ്പോഴാണ് നമ്മൾ നമ്മുടെ പർപ്പസ് അറിയുന്നത്? അതാണ് നമ്മുടെ വിഷൻ. ആമേൻ. തുടർന്ന് ബൈബിളിന്റെ വിഷൻ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ബൈബിളിന്റെ വിഷൻ എന്താണ്? ആ വിഷൻ അറിഞ്ഞ് നമ്മൾ ഭൂമിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ട് നമ്മളിലൂടെ ലഭിക്കുകയുള്ളൂ. ആ വിഷൻ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കണം. ഇന്ന് അനേകർക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, ഇന്ന് എങ്ങനെയാണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് മൃഗങ്ങൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. ദൈവം പ്രവർത്തിക്കുന്നത് വചനത്താല. ദൈവം ഒന്നും അവസാനിക്കാതെ ആരംഭിക്കാറില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ മനസ്സിലാക്കി. കർത്താവ് എല്ലാം തുടങ്ങുന്നത് അവസാനിപ്പിച്ചിട്ട് മാത്രമേ. ഹി ഡിക്ലെയർ ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. ആദിയിൽ തന്നെ അവസാനം പ്രഖ്യാപിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചനയോ നിവൃത്തിയാകും, എന്റെ താല്പര്യമൊക്കെയും ഞാൻ അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ദൈവം ആദിയിൽ തന്നെ അവസാനം പ്രഖ്യാപിച്ചിട്ടാണ് തുടർന്ന് താൻ ആരംഭത്തിലേക്ക് മടങ്ങി വരുന്നത്. ആമേൻ. ദൈവം പ്രവർത്തിക്കുന്ന വചനത്താൽ. ആദ്യം തന്നെ താൻ വചനം അയക്കുന്നു, തന്റെ അന്ത്യം ഉറപ്പിക്കുന്നു. തുടർന്നാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യിലും അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഏൽപ്പിക്കുന്നത്. തുടർന്ന് മനുഷ്യനെ അത് ഏൽപ്പിക്കുമ്പോൾ മനുഷ്യൻ അവിടെ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയായി. അതുകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് ദർശനത്താലാണ്. ഏതിൽ നിന്നുള്ള ദർശനത്താൽ? ആ ദൈവം കൽപ്പിച്ചിട്ടുള്ള വചനത്തിൽ നിന്നുള്ള ദർശനത്താൽ. നമ്മൾ മനസ്സിലാക്കി എല്ലാറ്റിനും ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനനുസരിച്ചാണ് ദൈവം ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ ചിന്തകളാണ് ദൈവത്തിന്റെ വായിലൂടെ വചനമായിട്ട് വരുന്നത്. വചനം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ആ വചനത്തിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ട വിഷൻ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ വിഷൻ നമ്മൾ പ്രാപിച്ചിട്ട് വേണം നമ്മൾ ഓടാൻ തുടങ്ങുവാൻ. ഹല്ലേലൂയ. ആ വിഷൻ പ്രാപിക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള ആ പേപ്പറിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ദൈവവചനത്തിന്റെ ബൈബിളിന്റെ വിഷൻ എന്താണെന്നുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. വളരെ ആഴമേറിയതാണ്. അതുകൊണ്ട് ആ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. തുടർന്ന് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് വിഷൻ കൊണ്ടാണ്. എന്നാൽ മൃഗങ്ങൾ പ്രവർത്തിക്കുന്നത് വിഷൻ കൊണ്ടല്ല. മൃഗങ്ങൾ പ്രവർത്തിക്കുന്നത് കാഴ്ചയാലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് മനുഷ്യന്റെ പ്രവർത്തന ശൈലിയായി തീർന്നു കാഴ്ചയാൽ പ്രവർത്തിക്കുന്നത്. ആമേൻ. എപ്പോഴാണ് ഇത് സംഭവിച്ചത് നമ്മൾ അറിഞ്ഞു. ദൈവവചനം പറയുകയാണ്, സങ്കീർത്തനം 49:20 പറയുക, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. അപ്പോൾ മാനത്തോടിരുന്ന ആദം, തേജസ്സോടിരുന്ന ആദം വിവേകശൂന്യനായി തീർന്നു. എന്താണ് വിവേകശൂന്യത? ദൈവം തന്നിട്ടുള്ള വിഷൻ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നതാണ് വിവേകശൂന്യത. അതായത് അവൻ വിവേകശൂന്യനായപ്പോൾ ദർശനത്താലല്ല പോകുന്നത്, കാഴ്ചയാലാ പോകുന്നത്. ദർശനമില്ലാത്തടത്ത് ജനങ്ങൾ നശിക്കുന്നു, കാഴ്ചയാൽ പ്രവർത്തിക്കുന്ന മൃഗങ്ങളും നശിക്കുന്നു. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം. അതുകൊണ്ട് മനുഷ്യർ നശിച്ചു പോകുന്ന അളവിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. പ്രിയരെ, തുടർന്ന് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിഷൻ കൊണ്ട് പ്രവർത്തിക്കുന്നത്. ആമേൻ. ബൈബിളിൽ നിന്ന് ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തുകൊണ്ട് തുടർന്ന് ബൈബിളിലെ ദർശനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ദർശനമില്ലാത്തവരുടെ ജനം നശിക്കുന്നതെങ്കിൽ ദർശനം ലഭിക്കുമ്പോൾ നമ്മൾ നശിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് വചനത്താൽ, മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് വചനത്തിൽ നിന്നുള്ള ദർശനത്താൽ, വിഷനാൽ, മൃഗങ്ങൾ പ്രവർത്തിക്കുന്നത് കാഴ്ചയാൽ. അതുകൊണ്ട് എന്റെ ശബ്ദത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇത് മൃഗത്തിന്റെ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, കാഴ്ചയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, മനുഷ്യന് ദൈവം വെച്ചിട്ടുള്ള ദർശനത്താൽ പ്രവർത്തിക്കുവാൻ നീ കടന്നു വരിക. ദർശനം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്.
എന്നാൽ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണ്. ശ്രദ്ധിക്കുക, വിഷൻ നമ്മൾ കണ്ടതാ, കഴിഞ്ഞകാല സംഭവമോ, പാസ്റ്റ് ടെൻസാ. പക്ഷെ കാഴ്ച കഴിഞ്ഞകാല സംഭവമല്ല, അത് പ്രസന്റ് ടെൻസാ. വിഷൻ ആൻഡ് സൈറ്റ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. നമ്മുടെ കാഴ്ച, നമ്മുടെ സൈറ്റ് നമ്മുടെ വിഷന്റെ ശത്രുവായി തീരും പലപ്പോഴും. സൈറ്റിനെ നിർത്തേണ്ടോടത്ത് നിർത്തുക, വിഷനെ എപ്പോഴും ഹൃദയത്തിൽ കരുതുക. വിഷൻ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഫംഗ്ഷനാണ്, എന്നാൽ കാഴ്ച എന്ന് പറയുന്ന ഹൃദയത്തിന്റെ അല്ല, കണ്ണിന്റെ ഫംഗ്ഷനാണ്. ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു ബസ് മസ്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിന് സൈറ്റും ഉണ്ട്, വിഷനും ഉണ്ട്. അതിന്റെ സൈറ്റാണ് അതിന്റെ 2 ഹെഡ്ലൈറ്റുകൾ. എന്നാൽ അതിന്റെ വിഷനാണ് അതിന്റെ മോളിൽ വെച്ചിട്ടുള്ള അതിന്റെ ബോർഡ്, മസ്കറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് അതിന്റെ വിഷനാണ്. ഹല്ലേലൂയ. ആ ബസ് ഒരിക്കലും ഹെഡ്ലൈറ്റ് കാണിച്ച സ്ഥലത്തേക്ക് പോകത്തില്ല, പകരം അതിനൊരു ദർശനമുണ്ട്, അങ്ങോട്ടായിരിക്കും ആ ബസ് എപ്പോഴും പോകുന്നത്. മനസ്സിലായോ? ഇനി മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. We must keep focus on what we saw, vision, not what we see, sight. Amen. എപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കണ്ട ഹൃദയം കൊണ്ട് കണ്ട നമ്മുടെ ദർശനത്തിലായിരിക്കണം. താൽക്കാലികമായി കാണുന്ന കാഴ്ചയിലാകരുത്. താൽക്കാലികമായി കാണുന്ന കാഴ്ചയിൽ നാം കണ്ടാൽ നാം വീണുപോകും, ലോകത്തിനെ പോലെ നമ്മൾ ഓടുവാനിടയാകും. ആമേൻ. ഹല്ലേലൂയ. ആ യാത്രയിൽ നമുക്ക് പലതും നഷ്ടപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഒരു സംഭവം മനസ്സിലാക്കാൻ പോവുകയാണ്. തിരുവചനത്തിൽ ദൈവം ധാരാളം പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും തരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പറയും, എന്നോട് ലഭിച്ച വാഗ്ദത്തം കർത്താവ് നിവൃത്തിയാക്കുവാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ആരാ വാഗ്ദത്തം തന്നെ? കർത്താവ്. കർത്താവ് നിങ്ങൾക്ക് വാഗ്ദത്തം തന്നെങ്കിൽ മറ്റൊരാൾ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആമേൻ. കർത്താവ് പ്രിയരെ എനിക്ക് നിങ്ങൾക്ക് വാഗ്ദത്തം തന്നത് കർത്താവിനെ ചിലർ നമ്മളെ കൊണ്ട് നിവർത്തിക്കാനാണ്. ആമേൻ. യോഗ്യതയില്ലാത്തവനെ കർത്താവ് ഒന്നും കൊടുക്കത്തില്ല. യോഗ്യതയില്ലാത്തവനെ കർത്താവ് ഒന്നും കൊടുക്കത്തില്ല. ശ്രദ്ധിക്കുക ഈ കാര്യം, യോഗ്യതയില്ലാത്തവനെ കർത്താവ് ഒന്നും കൊടുക്കത്തില്ല. യോഗ്യതയുള്ളവന്റെ കയ്യിലേ കൊടുക്കത്തുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവന്റെ കയ്യിൽ കാറ് കൊടുക്കുവാൻ തക്കവണ്ണം ബുദ്ധിഹീനരായ അവരുടെ യജമാനന്മാരെ ശ്രമിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് യോഗ്യതയില്ലെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ ഒന്നും തരത്തില്ല. യോഗ്യതയില്ലാത്തവന് കർത്താവ് ചിലത് തരും, യോഗ്യതയില്ലാത്തവനെ കർത്താവ് വാഗ്ദത്തം കൊടുക്കും. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? യോഗ്യതയില്ലാത്തവനെ കർത്താവ് കൊടുക്കുന്നത് വാഗ്ദത്തമാണ്. എന്തിനാണെന്നറിയാമോ? കർത്താവ് ഒന്ന് കണ്ടു, ഇവന് ഈ വാഗ്ദത്തം കൊടുത്ത് ഇവന് ഞാൻ തുടർന്നുള്ള ദിവസങ്ങൾ യോഗ്യനാക്കി മാറ്റും. ഈ വാഗ്ദത്തം അവനിലൂടെ ചെയ്തെടുക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് യോഗ്യതയില്ലാത്ത ഒരു വാഗ്ദത്തം കൊടുക്കും, തുടർന്ന് അവനെ യോഗ്യനാക്കി മാറ്റും. തുടർന്ന് അതിനെ തുടർന്ന് അവൻ യോഗ്യനായി കഴിയുമ്പോൾ എന്താണോ അവന് വാഗ്ദത്തം ചെയ്തത് അത് അവന്റെ കയ്യിൽ കൊടുക്കും. പഴയ നിയമത്തിലെ ജോസഫ്, യാക്കോബിന്റെ 12 മക്കളിൽ 11ാമനായ ജോസഫ്. ആ ജോസഫിന് ദൈവം കൊടുത്ത ദർശനം നമുക്കെല്ലാം അറിയാം. 2 ദർശനങ്ങൾ കൊടുത്തു. ആമേൻ. അതിൽ ഒന്ന് നമ്മളോട് വായിക്കുവാനായിട്ട് പോവുകയാണ്.